പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പാരായണം ചെയ്തത്. ഒരു നീതിമാനായ ഭരണാധികാരി എങ്ങനെയായിരിക്കണം? നമുക്ക് നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിലൂടെ കടന്നു പോവാം. ഉമർ റളിയല്ലാഹു അൻഹുയുടെ കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ ഗവർണറായ അംർ ഇബ്നു ആസിമിന്റെ മകൻ ഒരു കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കുകയും ഒരു ക്രിസ്ത്യാനിയോടൊപ്പമായിരുന്നു പങ്കെടുത്തത്. അതിൽ ആ ഗവർണറുടെ മകൻ പരാജയപ്പെടുകയും ക്രിസ്ത്യാനി വിജയിക്കുകയും ചെയ്തു. ഒരു പ്രതാപശാലിയുടെ മകനെ തോൽപ്പിക്കുക എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ആ ക്രിസ്ത്യാനിയെ ഒരു ചമ്മട്ടി കൊണ്ട് അടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അനീതി നേരിട്ട ആ ക്രിസ്ത്യാനി ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബിന്റെ അടുത്തേക്ക് പോവുകയും അദ്ദേഹത്തോട് പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ട ഉമർ ആ ഗവർണറെയും മകനെയും വിളിച്ചു വരുത്തുകയും ആളുകൾ കാണുകയും ക്രിസ്ത്യാനിയെ കൊണ്ട് ചമ്മട്ടി കൊണ്ട് തിരിച്ചടിക്കാനും പറഞ്ഞു. എന്നിട്ട് ഉമർ ചോദിക്കുകയുണ്ടായി, അംറേ, സ്വതന്ത്രമായി മാതാക്കൾ പ്രസവിച്ച മനുഷ്യനെ ഇന്നു മുതലാണ് നിങ്ങൾ അടിമകളാക്കാൻ തുടങ്ങിയത്? ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതി എത്രത്തോളമാണ് എന്നാണ്, അല്ലേ? ഒരു മതമോ ജാതിയോ മുൻനിർത്തിക്കൊണ്ടല്ല അദ്ദേഹം നീതി നടപ്പാക്കിയത്. സ്വന്തം മകനോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ മകനോ പ്രത്യേകം തരത്തിലല്ല നീതി നടപ്പാക്കിയത്. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള നീതി, ഒരേ തരത്തിലുള്ള ശിക്ഷ. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞാൻ സുഖമായി ഉറങ്ങണമെങ്കിൽ എൻ്റെ പ്രജകൾ സുരക്ഷിതരായിരിക്കണമെന്ന്. പ്രതാപശാലിയായ ഒരു സാമ്രാജ്യത്തിന്റെ ഉടമയായ അധിപനായ ഉമർ റളിയല്ലാഹു അൻഹു സാധാരണക്കാരനെ പോലെയാണ് ജീവിച്ചിരുന്നത്. തന്റെ ജീവിതത്തിലൂടെ ഒരു ഭരണാധികാരി, ഒരു നീതിമാനായ ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം നമുക്ക് മാതൃകയായി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രജകളെ അള്ളാഹു ഏൽപ്പിച്ച ഭരണാധികാരികൾ ഗുണകാംക്ഷയോടുകൂടി അവരെ നോക്കിയില്ലെങ്കിൽ അവർക്ക് സ്വർഗം ഹറാമാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നീതിമാനായ ഭരണാധികാരികൾ നമുക്കിടയിലും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.